ഹലോ എവ്രി വൺ. എൻ്റെ വിഷയം ആദില നൂറ തന്നെയാണ്. ചിലറിപ്പോൾ നെഗറ്റീവ് കമൻറ്റുമായി വരും. എനിക്കൊരു പ്രശ്നവുമില്ല. ചിലർ എന്നെ തളർത്താൻ വേണ്ടി എന്തൊക്കെ കമൻറ്റാണ് ഇടുന്നത്. ആദില നൂറ അവിടെ തെറ്റ് ചെയ്യുമ്പോൾ ഞാനത് വിളിച്ചു പറയും. പൊന്നുമക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദില നൂറയെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വിവാദമായതാണ്, നിങ്ങളൊക്കെ കേട്ടതാണ്. എന്നാൽ ലക്ഷ്മിയുടെ അമ്മ വന്നപ്പോൾ ആദില എന്ത് ചെയ്തു, നൂറ എന്ത് ചെയ്തു? രണ്ടാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നലെ ആര്യന്റെ അമ്മ വന്നപ്പോൾ ആര്യന്റെ അമ്മ ആദില നൂറയോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സ്വന്തം മക്കളാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്, നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കാം, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് ആര്യന്റെ അമ്മ ആദില നൂറയോട് പറയാനുള്ള കാരണം എന്താണ്? ഈ രണ്ട് വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പൊന്നുമക്കളെ, ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ചെറിയൊരു കാര്യം പറയുകയാണ്. നാളെ നമ്മൾ വലിയൊരു നിർണായകമായ വലിയൊരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. അനീഷിന്റെ ബ്രദർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് കാര്യം? അതായത് അനുമോളുടെ സിസ്റ്റർ അനീഷിന്റെ ബ്രദറിനെതിരെ ഇല്ലാത്ത കാര്യം ചിലത് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ നമ്മുടെ അനീഷിന്റെ ബ്രദർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ അനീഷിന്റെ ബ്രദർ പറയുന്ന വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നാളെ നമ്മുടെ ചാനലിൽ ഞാൻ വെക്കുന്നതാണ്. A to Z കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. പൊന്നുമക്കളെ, ലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ ആദില നൂറയെ വിമർശിച്ചതും ഏറ്റവും കൂടുതൽ ആദില നൂറ വിഷയത്തിൽ ചർച്ചയായ വലിയൊരു വിഷയം ലക്ഷ്മിയാണ്. എന്നാൽ ലക്ഷ്മിയുടെ അമ്മ വന്നപ്പോൾ നൂറ കെട്ടിപ്പിടിക്കുകയാണ്. നൂറക്ക് ലക്ഷ്മിയുടെ അമ്മയോട് പ്രത്യേക തര ഇഷ്ടം. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം ഞാൻ പറയുകയാണ്. നൂറ ആദിലയുടെ കൂടെ പെട്ടതാണ്. ലക്ഷ്മി അങ്ങനെ പറഞ്ഞത് നൂറക്ക്, അതായത് നൂറക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഫീൽ ആയിട്ടുണ്ട്. നൂറക്ക്, അതായത് നൂറ വിചാരിക്കുന്നത് ആരെങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങളെ രണ്ടുപേരെ പിരിപ്പിച്ചാൽ മതിയായിരുന്നു എന്നാണ് നൂറ പേഴ്സണലി വിചാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ലക്ഷ്മിയാണ് ലാലേട്ടനോട് പറഞ്ഞത്, ലാലേട്ട ഇവരെ നമ്മളുടെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റൂല ലാലേട്ട എന്ന്. ലക്ഷ്മി, അതായത് ലാലേട്ടൻ പൊരിക്കുമ്പോഴും ലക്ഷ്മി പറയുന്നു ഇവരെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റൂല എന്ന്. ആ ലക്ഷ്മിക്ക് ഇന്ന് നൂറ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതിന്റെ കാരണം ലക്ഷ്മി പറഞ്ഞത് നൂറക്ക് ഇഷ്ടപ്പെട്ടു എന്നതാണ്. പൊന്നുമക്കളെ, രണ്ടാമത്തെ കാര്യം, ആര്യന്റെ അമ്മ എന്തിനാണ് ഇവരെ ഞാൻ ഏറ്റെടുത്തോളാം, അതായത് ആദില നൂറയെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറ്റുമെന്ന് ബിഗ് ബോസ് വീട്ടിൽ ആര്യന്റെ അമ്മ പറയാനുള്ള കാരണം ഒന്ന് തന്നെയാണ്. നിലവിലെ അവസ്ഥയിൽ ആര്യൻ അടുത്ത ആഴ്ചയോ ഇല്ലെങ്കിൽ കൂടിപ്പോയ രണ്ടാഴ്ചക്കുള്ളിൽ ആര്യൻ പുറത്താവും. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആദില നൂറയെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കയറ്റുമെന്ന് ആര്യന്റെ അമ്മ പറഞ്ഞതിലുള്ള കാരണം, ഈ അടുത്തായിട്ട് ആദില, അതായത് ആര്യന് മുമ്പായി ആദില പുറത്താവും. ആര്യനേക്കാൾ കുറവോട്ടുള്ളത് ആദിലക്കാണ്. അപ്പോൾ ആദില പുറത്തായതിന് ശേഷം ആദിലയുടെ വോട്ട് ആര്യന് കിട്ടാൻ വേണ്ടി ആര്യന്റെ അമ്മ കള്ളം പറയുന്നതാണ് പൊന്നുമക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ നിലപാടിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ എത്ര എനിക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടാലും ഒരു പ്രശ്നവുമില്ല. ഞാൻ പറയുകയാണ്, ആദില നൂറയെ ഞാൻ പേഴ്സണലി എൻ്റെ വീട്ടിലേക്ക് കയറ്റൂല. എന്തുകൊണ്ട് ഞാൻ കയറ്റൂല എന്ന് നിങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരം ഞാൻ പറയുകയാണ്. ആദിലയും നൂറയും നമ്മൾ വീട്ടിലേക്ക് കയറ്റി. നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ പറയുന്നു ഇവരാരാണ്. അപ്പൊ നമ്മൾ പറയുന്നു ഇവർ രണ്ടുപേരും പെണ്ണുമായി ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ ചോദിക്കൂലേ, അതെങ്ങനെ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടികൾ ചോദിക്കൂലേ. അപ്പോൾ അവരെ കണ്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ അങ്ങനെ പഠിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പേഴ്സണലി ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഞാൻ വീട്ടിലേക്ക് അയക്കില്ല. നൂറയെ, അതായത് നൂറയെ മാത്രമാണെങ്കിലോ അല്ലെങ്കിൽ ആദിലയെ മാത്രമാണെങ്കിൽ നമുക്ക് കയറ്റാൻ പ്രശ്നമില്ല. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് വീട്ടിൽ കയറ്റുന്നത് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇതാ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ വലിയൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അനീഷിന്റെ ബ്രദർ രംഗത്ത് വന്നിരിക്കുന്നു. ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ